അലക്സിൻ്റെയും ഫിബിയുടെയും വിവാഹത്തിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അലക്സ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരനാണ്. ആ ഒരു ബന്ധത്തിലാണ് പ്രധാനമായും ഇന്ന് ഇവിടെ വരാനായിട്ട് ഞാൻ സമയമെടുത്തത്. വിവാഹത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒരു വിധിയാണ്. ചിലപ്പോൾ വേർപെട്ട ആളുകൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തോ ചെയ്യാനാ, അവൻ്റെ തലയിൽ ഇത് വന്ന് കയറി, അല്ലെങ്കിൽ അവളുടെ തലയിൽ ഇത് വന്ന് കയറി എന്നൊക്കെ പറയാറുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ളൊരു സങ്കല്പമാണ്. ഒരു ചൈനീസ് പ്രോവർബുണ്ട്, നിങ്ങൾക്ക് രാവിലെ ലഭിക്കുന്ന ബെഡ് കോഫി ശരിയായില്ലെങ്കിൽ ആ ദിവസം ശരിയാകത്തില്ല. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള മഴ ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ ആ വർഷത്തെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. വന്നു കയറുന്ന പെണ്ണ് ശരിയായില്ലെങ്കിൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും എന്നിങ്ങനെ ഒരു ചൈനീസ് പ്രോവർബുണ്ട്. അതിനൊരു മറുവശം കൂടെ ഉണ്ട്. രാവിലത്തെ നല്ലൊരു ബെഡ് കോഫി കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം ശരിയാകും. അതുപോലെ നല്ലൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ കൃഷി ശരിയാകും. പിന്നെ പെണ്ണ് ശരിയായി കഴിഞ്ഞാൽ ജീവിതം ശരിയാകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ മോശം കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ നല്ല കാര്യം നമ്മൾ പലപ്പോഴും അങ്ങ് മറന്നു പോവുകയാണ്. പക്ഷേ വേദപുസ്തകം ഒരു വിധി എന്ന നിലയിലല്ല വിവാഹത്തെ കാണുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന നിലയിലാണ്. അതുകൊണ്ട് കുടുംബം നിർമ്മിച്ചത് ദൈവമാണ്. ദൈവം തന്നെ അതിനെ വളർത്തുകയും വേണം. 126 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ്, ദ ലോർഡ് യഹോവ കർത്താവ് അതിനെ പണിയുന്നില്ലെങ്കിൽ വെറുതെ പണിയുകയാണ്. സിമെൻറ്റ് വിഷയം കൊണ്ടൊക്കെ നമുക്കൊരു കെട്ടിടം പണിയാൻ പറ്റും, പക്ഷേ സിമെൻറ്റ് വിഷയം കൊണ്ടൊരു വീട് പണിയാൻ അല്ലെങ്കിൽ ഒരു ഭവനം പണിയാൻ പറ്റത്തില്ല. ഭവനം പണിയപ്പെടുന്നത് സ്ത്രീ പുരുഷന്മാരെ കൊണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ടാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിമെൻറ്റും ബ്രിക്സും ഒക്കെ വെച്ച് ഇത് പണിതിരിക്കുന്ന ആൾക്ക് ഇത് പണിതേച്ച് അങ്ങ് വീട്ടിൽ പോകാം, അതവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഈ പണിത കോൺട്രാക്ടറോ മേസൻസോ ഒന്നും ഇന്നിവിടെ ഇല്ല, അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. പക്ഷേ കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ പണിതേച്ചിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പണിയുന്നവൻ എപ്പോഴും കൂടെ വേണം. അതാണ് വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹം ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഒരു ദൈവികമായ കൺസെപ്റ്റാണ്, ഒരു ദൈവികമായ ഒരു ഒരു ബന്ധമാണ്, ഒരു ദൈവമാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമാണത് ചെയ്തതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ വേണം നമ്മളിത് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്റേഴ്സ് മാനുവലൂടെ തരാറുണ്ട്. അതുകൂടെ വായിച്ചേ നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ, വാങ്ങിക്കത്തുള്ളൂ. ഇപ്പം യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ US-ൽ നിന്നോ നമ്മളൊരു സാധനം കൊണ്ടുവന്ന് 110 വോൾട്ടിൽ കുത്തേണ്ട ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് 220 വോൾട്ടിലേക്ക് കുത്തി കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ സാധനം തീർന്നു പോകും. എന്നതുപോലെ വിവാഹം എന്ന് പറയുന്നത് ദൈവം നിയമിച്ചതാണെങ്കിൽ ദൈവികമായ നിയമങ്ങൾക്കനുസരിച്ച് വേണം അത് നടത്താൻ. പല സമയത്തും ഈ ഫാമിലി ബ്രേക്കപ്പും അതുപോലെയുള്ള ഒത്തിരി ഡിവോഴ്സും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചങ്കിലൊരു തീയ, ദൈവമേ എന്ത് ഇങ്ങനെയൊക്കെ ഭവിക്കുന്നത് ഇല്ലേ. അമേരിക്കയിലൊക്കെ പണ്ടൊക്കെ ഇതൊക്കെ അമേരിക്കയിലൊക്കെ ആയിരുന്നു ഡിവോഴ്സ് ഒത്തിരിയാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അമേരിക്ക ഒന്നും തിരക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കയിൽ ഇപ്പോൾ ഡിവോഴ്സ് കുറവാണെന്ന് ആരാണ്ട് പറയുന്നത് കേട്ടു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് കല്യാണം തന്നെ കുറവാണ്, പിന്നെ ഡിവോഴ്സ് അങ്ങനെ അധികം ഇല്ല എന്നുള്ളതാണ്. കല്യാണം കഴിക്കണമെന്ന് തന്നെ ഇപ്പം നിർബന്ധം. ആളുകൾ അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇത് ദൈവം നിയമിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം. അത് ദൈവവിശ്വാസിയും അല്ലാത്തവനും അനുസരിക്കണമെന്നാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ കാലെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾ പറയുന്നത് കാലെടുത്ത് പുറത്തോട്ട് വെക്കരുത്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, കാലെടുത്ത് പുറത്ത് വെച്ചാൽ എന്ത് പറ്റും? താഴെ വീഴും. ഞാൻ ഇവിടെ കൂടെ നടന്നിട്ട് താഴെ വീണില്ലല്ലോ, ഇതെന്താ കാലം അങ്ങോട്ട് വെച്ചാൽ താഴെ വീഴുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ പരിശ്രമിക്കുകയോ. അതിൻ്റെ പേരാണ് ലോ ഓഫ് ഗ്രാവിറ്റി, തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ നിയമം. ഭാരമുള്ള വസ്തുക്കളെയൊക്കെ ഭൂമി ആകർഷിക്കുന്നുണ്ട്, താൻ താഴെ വീഴും. എന്നാൽ ഞാൻ പറയുകയാണെന്ന് വെച്ചോ, ഞാനിതുവരെ അങ്ങനെ കേട്ടിട്ടുമില്ല, എനിക്ക് ഈ ഗുരുത്വാകർഷണ നിയമത്തിലോട്ട് വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ വായുവിൽ നിൽക്കുമോ? ഇല്ല. എന്നതുപോലെ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലും, ദൈവമാണ് ഇതിൻ്റെ നിർമ്മാതാവെന്ന് അല്ലെങ്കിൽ കുടുംബത്തെ ഉണ്ടാക്കിയത് ദൈവമാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് പോയില്ലെങ്കിൽ ഏത് മനുഷ്യനാണെങ്കിലും അവൻ്റെ കുടുംബ ബന്ധം തകരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വിവാഹ ശുശ്രൂഷകളിൽ ആവശ്യത്തിന് സമയം ദൈവവചനത്തിൽ നിന്ന് എന്ത് ദൈവം ഉദ്ദേശിക്കുന്നു, കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയമെടുക്കുന്നത്. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ദൈവം ആദ്യത്തെ കുടുംബത്തെ നിയമിച്ചപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്നും നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ദൈവിക നിയമം അവിടെ കാണാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ
കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ്, നിർണായകമായ പല പല കാര്യങ്ങൾ വെച്ചാൽ നമ്മളൊരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ടെത്തുന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ കല്യാണക്കുറി അടിക്കുമ്പോൾ നമ്മൾ വലിയൊരു കള്ളത്തരം എഴുതി വെക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന സ്ഥലത്തെ ഇന്നാറുടെ മകനും ഇന്നാറുടെ മകളും തമ്മിൽ ദൈവേഷ്ടമായാൽ വിച്ച് വിൽ DVB സോളംനൈസ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അന്നേരം ആ വാസ്തവത്തിൽ ദൈവഹിതം തിരക്കുന്നത്. അതുവരെ ദൈവഹിതവും തിരക്കത്തില്ല, ഒന്നും തിരക്കത്തില്ല, സ്വന്തം ഇഷ്ടങ്ങളെല്ലാം തിരക്കിയിട്ട് ഏറ്റവും അവസാനം കല്യാണക്കുറി അടിക്കുമ്പോൾ എഴുതി വെക്കുന്ന ഒരു പദമാണ് സാധാരണ നിലയിൽ എന്ത്, ദൈവേഷ്ടമായാൽ. അങ്ങനെ ദൈവേഷ്ടം തിരക്കിയിട്ട് കാര്യമില്ല. വിവാഹത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും മുഴുവൻ എല്ലാ സ്റ്റെപ്പും, ഓരോ സ്റ്റെപ്പിലും ദൈവത്തിൻ്റെ ഹിതം തിരക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അലക്സിനെ അതിനകത്ത് വളരെയേറെ അഭിനന്ദിക്കുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും അലക്സ് ഞങ്ങൾ ടെലിഫോണിൽ സംസാരിക്കുകയും ദൈവഹിതത്തിന് വേണ്ടി കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു യുവാവാണ് അലക്സ് എന്നുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തന്നെയല്ല, ഈ ദൈവഹിതം അനുസരിച്ച് ആദമിന് ഹവ്വയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ആദമിന് ഹവ്വയെ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ആ വിവാഹം നടന്നപ്പോൾ, അല്ലെങ്കിൽ ആദാമിന് ദൈവം ഹവ്വയെ കൊടുത്തപ്പോൾ ആദാം എന്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? നിങ്ങൾക്കറിയാമല്ലോ, എന്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാ കാര്യങ്ങളും ആര് ചെയ്തെന്നാ? ദൈവം ചെയ്തെന്നാ. ഇന്നും അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബജീവിതം തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും എന്നതിന് സംശയമില്ല. അങ്ങനെ ആദ്യം തന്നെ അവൻ ആ ഭാര്യയെ കാണുന്നു. ഭാര്യയെ കാണുമ്പോൾ അവൻ പറയുന്ന ആദ്യത്തെ വാചകം എന്താണെന്നറിയാമോ? ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. ബോൺ ഔട്ട് ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഔട്ട് ഓഫ് മൈ ഫ്ലഷ്. ഞാൻ ഈ വേൾഡ് ക്ലാസിക്സൊക്കെ കൊച്ചിലെ തൊട്ട് വായിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, കോളേജ് പഠിച്ച സമയത്തുമൊക്കെ. അപ്പോൾ ഈ പ്രണയപൂർവ്വം ഒരു പുരുഷൻ സ്ത്രീയോട് സംസാരിക്കുന്ന ഒത്തിരി ഒത്തിരി വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നീ എൻ്റെ കണ്ണാണ്, കരളാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൺസൈസ്ഡ് ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ ലോകത്തിൽ ഒരു ക്ലാസിക്കിലും കണ്ടിട്ടില്ല. അത്രയ്ക്കും ആഴമുള്ള ബന്ധം. കണ്ണും കരളൊന്നുമല്ല, എന്താണ്? ബോൺ ഔട്ട് ഓഫ് മൈ ബോൺ, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് വെച്ചാൽ എന്താണ്? ഇൻസെപ്പറബിളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഭാര്യയെ എനിക്ക് പിരിയാൻ കഴിയത്തില്ല. ഇൻസെപ്പറബിളാണ്, എനിക്ക് വേർപിരിയാൻ കഴിയാത്ത. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ്, പിന്നെ വേർതിരിയാനായിട്ട് കഴിയത്തില്ല, ഇല്ലേ? വാസ്തവത്തിൽ അത് ഒരു ബിബ്ലിക്കൽ ആൻസറാണ് ഒരു വലിയ ചോദ്യത്തിന്. എല്ലാ കാലഘട്ടത്തിലുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പെണ്ണിൻ്റെ പുറകെ പോകുന്നത്? നൊന്തുപെറ്റ അമ്മയും വേണ്ട, ജീവൻ കൊടുത്ത അപ്പനെയും വേണ്ട, ഒരു പെണ്ണ് അവൾക്കാണെങ്കിൽ അവളുമായിട്ടൊരു രക്തബന്ധം പോലും ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ എന്തുകൊണ്ടാണ് ഈ അപ്പനെ അമ്മയെ വിട്ടേച്ച് എന്താണ് ഈ ഭാര്യയുടെ കൂടെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് വാസ്തവത്തിൽ വേദോസത്തിൽ പറയുന്നത്. കാര്യം ഇത് രക്തബന്ധമൊന്നുമല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ബന്ധമാണെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. രക്തബന്ധമാണെങ്കിൽ ചിലപ്പം മറന്നു പോയേക്കാൻ കഴിയും, പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. എന്താണ്? ഇറ്റ് ഈസ് ബോൺ ഔട്ട് ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഔട്ട് ഓഫ് മൈ ഫ്ലഷ്. സോ ഡീപ്പ്, ഒത്തിരി ആഴമുള്ള ബന്ധം. അങ്ങനെ ഒരു ബന്ധമാണ്. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. 3 വാക്കുകൾ അവിടെയുണ്ട്. ഹി വിൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ക്ലീവ് ടു ഹിസ് വൈഫ് ആൻഡ് ദേ ഷാൽ ബിക്കം വൺ. ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ്, ഇതൊരു ദൈവികമായ നിയമമാണ്. ലീവിങ്, അപ്പനെയും അമ്മയെയും വിടുക. അപ്പനെയും അമ്മയും വിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കുകയല്ല. അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കുന്നവൻ്റെ കണ്ണ് കഴുകൻ കൊത്തിപ്പറിച്ച് കളയുമെന്നാണ് സദൃശവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പനെയും അമ്മയും കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉപേക്ഷിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. എന്നാൽ പറ്റുമാനം എന്ന് നമ്മൾ മലയാളത്തിൽ വാക്ക് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മയോടും അപ്പനോടും ചോദിച്ച് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോഴെന്താ ചെയ്യുന്നത്? രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ എന്ന് ചോദിക്കുന്നു, എടി ഈ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മയോടും അപ്പനോടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആരോടാണ്? ഭാര്യയോടാണ്. അതാണ് അപ്പനെയും അമ്മയെയും വിട്ട് അവരുടേതായുള്ള ഒരു ലോകം, ഒരു പുതിയ കുടുംബം ഉണ്ടാവുകയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും എന്താണ് ഭാര്യയെ അപ്പനെ ഉപേക്ഷിക്കാമെന്നല്ല, അമ്മയെ ഉപേക്ഷിക്കാമെന്നല്ല. അവരുടെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അതൊരു ദൈവികമായ ഉടമ്പടിയാണ്. രണ്ടാമത്തെ കാര്യം, അവർ എന്താണ് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ക്ലിങ് ടുഗദർ, ക്ലീവ് എന്ന് പറയുന്ന വാക്കാണ്. ഇത് ഒരു ഇമോഷണലായിട്ടുള്ള വലിയ ബന്ധമാണ്. ഇമോഷണൽ, വളരെ വൈകാരികമായി എനിക്ക് എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിനോട് ഉള്ള ആ ബന്ധം ഒന്നായിത്തീരുന്ന, ക്ലീവിങ്, പറ്റിച്ചേർന്നിരിക്കുന്നതായൊരു ബന്ധം. അങ്ങനെ ഇമോഷണലായി, വ്യക്തിപരമായി, എന്താണ് മാനസികമായി, എല്ലാ രീതിയിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു ബന്ധം. അതിനുശേഷമുള്ള 3ാമത്തെ കാര്യമാണ് ദേ ഷാൽ ബിക്കം വൺ. അത് ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഓർഡർ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതായത് അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് മാനസികമായി ഒന്ന് ചേർന്ന് പിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ശാരീരിക ബന്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷേ ഈ കാലയളവിൽ അവിടുന്ന് മുകളിലോട്ടാണ് തുടങ്ങുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം തന്നെ
കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നാണ് കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, പിന്നാണ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതൊരു ദൈവികതയല്ല. ദൈവികത എന്ന് പറയുന്നത് they shall leave his father and mother and cleave to his wife and they shall become one. അത് മറന്നു പോകരുത്. പിന്നെ അവിടെ അതിനോട് ചേർന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ നേക്കഡ്നെസ്, അതല്ല അവിടുത്തെ വിഷയം. അവിടെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അന്യോന്യം ഒന്നും ഒളിച്ചു വെച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ റൂമിൽ ഒരു പക്ഷേ ഒരു ബനിയന് വിട്ട് ഒരു കൈലി കൊടുത്ത് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മേ ബി ഞാൻ ബനിയൻ തന്നെ ഇല്ലാതെ ഞാനൊരു കൈലി കൊടുത്തുകൊണ്ട് അവിടെ വീട്ടിൽ എൻ്റെ റൂമിലിരിക്കുകയാണെന്ന് വയ്ക്കുക. ആരെങ്കിലും വന്ന് കതകിന് മുട്ടുകയോ ബെല്ലടിക്കുകയോ ചെയ്താൽ ഉടനെ ഞാൻ പോയി കഥ തുറക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഉടനെ എന്ത് ചെയ്യുന്നു, പോയി എൻ്റെ ദേഹം മറയ്ക്കത്തക്ക രീതിയിൽ ഞാനൊരു ഷർട്ട് എടുത്ത് ഇട്ടിട്ട് പിന്നാണ് ഞാൻ നോക്കുന്നത് ഇതാരാണെന്ന്. എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ് ഇറ്റ് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് കാണിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഞാൻ വസ്ത്രം ധരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ വസ്ത്രം ധരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മറ്റൊരാൾക്ക് വേണ്ടിയാണ്. എന്നാൽ ആദമിൻ്റെയും ഹവ്വയുടെയും കാര്യം പറയുമ്പോൾ അവർക്ക് അന്യോന്യം മറയ്ക്കാനൊന്നുമില്ലായിരുന്നു എന്നാണ് വേദപുസ്തക എഴുത്തുകാരൻ പറയുന്നത്. ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ഭാര്യയ്ക്ക് അവളുടെ ലോകവും ഭർത്താവിന് അവളുടെ ലോകവുമാണ്. രണ്ടും രണ്ട് ലോകമാണ്. പലപ്പോഴും ഭാര്യ പറയുന്നത് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വന്നേക്കരുത്, ഭർത്താവ് പറയുന്നു എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വന്നേക്കരുത്. ആ ഒരു കുടുംബം ഒരിക്കലും തകരാതിരിക്കത്തില്ലെന്നാണ് എൻ്റെ ചിന്ത. കാര്യം അവിടെ സെപ്പറേഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്ന, അന്യോന്യം മറയ്ക്കാനില്ലാത്ത, രഹസ്യങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്. എന്നാൽ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? കർത്താവ് അവരെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. സ്ത്രീയോട് പറയുന്നൊരു കാര്യം, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. എന്നിട്ട് പറയുന്നത്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്നത് അറിയാമോ? അവൻ നിന്നെ ഭരിക്കും. ഇത് ദൈവം വിഭാവന ചെയ്തതല്ല. ദൈവം വിഭാവന ചെയ്തത് എന്നാണെന്നറിയാമോ? കൂട്ടാളിയായിരിക്കണമെന്നാണ്. കൂട്ടാളി ഇപ്പോൾ ആരായി തീർന്നറിയാമോ? ഭാര്യയും ഭർത്താവുമായി. ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്ന വ്യക്തി, ഭർത്താവ് എന്നാൽ ഭരിക്കുന്ന വ്യക്തി. വേദപുസ്തകം ശരിക്കും അങ്ങനല്ല പ്ലാൻ ചെയ്തത്. വേദപുസ്തകം എന്താണ്? കർത്താവ് തന്നെ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ, ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ ടു ബി വിത്ത് ഹിം. ഞാൻ അവന് തക്കതായ ഒരു തുണയെ, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൂട്ടാളിയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ പ്രശ്നം, ഭരണകർത്താവായി തീരുകയാണ്, ഭാര്യയായി തീരുകയാണ്. എന്ന് തന്നെയല്ല, അവളുടെ ആഗ്രഹം, ഭർത്താവിനെ ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമല്ല, പക്ഷെ അവിടെ ആഗ്രഹം എന്ന് ഉപയോഗിക്കുന്ന വാക്ക് വളരെ വ്യത്യസ്തമാണ്. അവിടെ ഉപയോഗിക്കുന്നത് അവൾ പൊസസ് ചെയ്യാൻ തുടങ്ങുമെന്നാണ്. ആരുടെ അടുത്തോട്ട് ഭർത്താവിനെ വിട്ടുകൊടുക്കത്തില്ല. ഓഫീസിൽ 5 മണിക്ക് ആണ് ഓഫീസ് തീരുന്നതെങ്കിൽ 5:30 ആകുന്നവരെയൊക്കെ സഹിക്കും. 5:45 കഴിഞ്ഞാൽ നോക്കിയിരിക്കാൻ തുടങ്ങും. 6 മണിയായി കഴിഞ്ഞാൽ പിന്നെ വേവലാതിയായി. 7 മണിയായി പോയെങ്കിൽ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എവിടെ ആയിരുന്നു നിങ്ങൾ? എവിടെ ആയിരുന്നെന്ന് ചോദിച്ച് നിർത്തിയാൽ ഭാഗ്യം. ആരുടെ കൂടെ ആയിരുന്നെന്ന് ചോദിച്ചില്ലെങ്കിൽ അത്രയൊരു സന്തോഷം നീന്തിച്ചാൽ മതി. എന്നറിയാമോ? ഷീ നെവർ വാണ്ട്സ് ടു സീ ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഈസ് അവേ ഫ്രം ഹെർ ആൻഡ് സംബഡി ഈസ് പൊസസിങ്, സംബഡി ഈസ് ഹാവിങ് ഹിം. മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാത്തതായ ആ ഒരു റിലേഷൻ, അതൊരിക്കലും ഒരു ബിബ്ലിക്കൽ തിങ്കിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയത്തില്ല. കാര്യം അതവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? എന്താണ് പാപത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഭർത്താവ് ഭരിക്കാൻ തുടങ്ങുന്നതും ഭാര്യ പൊസസ് ചെയ്യാൻ തുടങ്ങുന്നതും പാപത്തിന് ശേഷമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇനിയിപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ, അത് ദൈവത്തിൻ്റെ നിയമം എന്ന നിലയിൽ അത് പറയാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ നമ്മൾ പിന്നീട് ആ വാക്യങ്ങളൊക്കെയും വായിക്കും. അത് ഓരോന്ന് വായിക്കാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ഞാനത് വിശദമാക്കുവാനായിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ മാത്രം പറയണം. 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് സാധാരണ നിലയിൽ എപ്പോഴും നമ്മൾ വായിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസേജ് തുടങ്ങുന്നത് 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ മുതലാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. എന്നിട്ടാണ് പറയുന്നത്, ഭാര്യമാരെ കർത്താവിൻ എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പോൾ നമ്മൾ താഴത്തോടെ തുടങ്ങത്തുള്ളൂ. പക്ഷേ അതിന് മുമ്പത്തെ വാക്യം വളരെ പ്രസക്തമാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ഒരാളെ മാത്രമേ കുടുംബത്തിൽ ഭയപ്പെടാവൂ. അതാരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവിനെയാണ്. ഭർത്താവിനെ അല്ല. ആരെ? കർത്താവിനെ. ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. പക്ഷേ ഭയം എന്നുള്ളത് ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യ എന്നെ ഭയപ്പെടുകയും, ബഹുമാനം കുഴപ്പമില്ല, ഭയപ്പെടുകയും ഞാൻ ഭാര്യയെ ഭയപ്പെടുകയും. അതുകൊണ്ടിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഭർത്താവിനെ ഭയപ്പെടുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത സമയത്ത് ഞാനൊരു കഥ കേട്ടത്, ഒരു കൊച്ച്
ഒരു 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 ഭർത്താവ് വീട്ടിൽ പിള്ളേരെല്ലാം കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, കമോൺ ഇന്ന് അവധിയല്ലേ, നമുക്കെല്ലാം കൂടെ സൂ കാണാൻ പോവാം, മൃഗശാല കാണാനായിട്ട് പോകാം. ഉടനെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഇവിടെ ആരും പോകുന്നില്ല. ഇവിടെ ഞാൻ വരുന്നില്ലെന്നല്ല, ഇവിടെ ആരും പോകുന്നില്ലെന്നുള്ളത് അടുക്കളയിൽ നിന്ന് തീരുമാനമായി കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, ശരി എന്നാൽ പോകുന്നില്ല, പിന്നെ വേറെ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇളയ കൊച്ചു വന്നിട്ട് ചോദിച്ചു, ഡാഡിക്ക് മൃഗശാലയിൽ പോകാനായിട്ട്, സൂവിൽ പോകാനായിട്ട് പേടിയില്ലേ? എന്നെ ചോദിച്ചു, എന്തിനാ പേടിക്കുന്നത്? അവിടെ പോയി കഴിഞ്ഞാൽ ആനയെ പേടിയില്ലേ? എന്നോട് പറഞ്ഞു, ഇല്ല. ആനയെ എന്തിനാ പേടിക്കുന്നത്? കടുവായോ? ഇല്ല, എനിക്ക് കടുവായെ പേടിയില്ല. സിംഹത്തിനെയോ? എന്നോട് പറഞ്ഞു, എനിക്ക് സിംഹത്തിനെ പേടിയില്ല. അപ്പം ഡാഡിക്ക് മമ്മിയെ മാത്രമേ പേടിയുള്ളൂ, ബാക്കി ഒന്നിനെയും പേടിയില്ല. അപ്പോൾ ഡാഡിക്ക് മമ്മിയെ മാത്രമേ പേടിയുള്ളൂ. ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ഒരു നരകമാണ് ശരിക്കും, അല്ലേ? അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? അന്യോന്യം ഭയം ഉണ്ടാകാൻ പാടില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെയും, ഭർത്താവിന് ഭാര്യയെയും, മക്കൾക്ക് അപ്പനെയും, അപ്പന് മക്കളെയും ഭയമില്ലാത്ത ഒരു കുടുംബജീവിതമാണ് ക്രിസ്തീയമായ കുടുംബജീവിതം. പക്ഷേ ബഹുമാനം അന്യോന്യം വേണം. ഒരാളെയാണ് ഭയപ്പെടേണ്ടത്. ആരെ? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ക്രിസ്തു എൻ്റെ കുടുംബത്തിൽ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ, യേശു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും, അല്ലേ? വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം ഉണ്ടാകണം. ക്രിസ്തുവിനെ നമ്മളിവിടെ കാണണം, എപ്പോഴും അറിയണം. ഏദൻ തോട്ടത്തിൽ ആദമനെ ഹവ്വയും സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, കല്ലും ഇഷ്ടിയും ഒക്കെ ആയിരുന്നെങ്കിൽ അതിനെ അങ്ങനെ ഫിക്സ് ചെയ്തേച്ച് പോകാമായിരുന്നു. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നറിയാമോ? പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഈ ആദമിൻ്റെ ഹവ്വയുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്തു, എല്ലാ ഈവനിങ്സും, എല്ലാ വൈകുന്നേരങ്ങളും. പക്ഷേ ഇപ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പണ്ട് കാലത്ത് പകല് പണിയെടുക്കാനും രാത്രി വിശ്രമിക്കാനും ആയിട്ട് ദൈവം തന്നതാണ്. പക്ഷെ സന്ധ്യ, ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്ന ഒരു സന്ധ്യയുണ്ട്. ഈ സന്ധ്യകളിലാണ് ദൈവം ഇറങ്ങി വന്നത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം, ഏതൊരു ക്രിസ്തീയ ജീവിതത്തിലും പകല് പണിയെടുക്കുകയും രാത്രി വിശ്രമിക്കുകയും സന്ധ്യകൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നുമാണ്. ദൈവം അങ്ങനെയാണല്ലോ ചെയ്തത്. ദൈവത്തെ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഹീസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നും അവൻ ഒന്നുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ദൈവം ഇറങ്ങി വരുമെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മോനെ ഞാൻ അകത്ത് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അറിയാമോ? കർത്താവേ ഒരു മിനിറ്റ്, ഈ സീരിയലിലൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ പുറത്ത് നിർത്തുകയാണ്, ഇല്ലേ? അങ്ങനെ ഉള്ള സീരിയലെല്ലാം കണ്ടു കഴിഞ്ഞ് രാത്രി കിടക്കാറാകുന്ന സമയത്ത് കണ്ണും തിരുമ്മി ഒരു കുടുംബ പ്രാർത്ഥന വായിച്ച് പ്രാർത്ഥി, ഏത് പാട്ടാടാ പാടുന്നത് എന്ന് ചോദിച്ച് പിള്ളേരെ വിളിച്ച് ഒരു പാട്ടും പാടിച്ച് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് പോകുന്ന ഒരു കുടുംബ പ്രാർത്ഥന കൊണ്ടൊന്നും ക്രിസ്തീയ ജീവിതം വളരത്തൊന്നുമില്ല. ക്രിസ്തീയ ജീവിതം ശരിയാകണമെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ദൈവവും എൻ്റെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് വൈകുന്നേരങ്ങൾ കർത്താവിനോടൊരുമിച്ച് ചെലവഴിക്കുന്ന ഒരു കുടുംബമാണ് വാസ്തവത്തിൽ രക്ഷപ്പെടുന്ന കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യഹോവ ഭവനം പണിയാതിരുന്നാൽ, നിരന്തരമായി പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഭയം ദൈവം, യേശു കർത്താവ് അവൻ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ. എന്നിട്ട് ഭാര്യമാരോട് പറയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സകലത്തിലും കീഴടങ്ങിയിരിപ്പീൻ. എങ്ങനെ കീഴടങ്ങിയിരിപ്പീൻ? സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരോട് പറയാണ്, കർത്താവ് തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭാര്യയോട് പറയുകയാണ് കീഴടങ്ങിയിരിക്കുക, ഭർത്താവിനോട് പറയുകയാണ് സ്നേഹിക്കുക. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാര്യം, വ്യക്തമായിട്ട് പറയാൻ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഒരു ഭർത്താവ് സ്ത്രീയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയാണ്. എത്ര ഫെമിനിസം പ്രസംഗിച്ചാലും വീട്ടിൽ വരുമ്പോൾ തലേ കയറുന്ന ഒരു ഭാര്യയെ ഭർത്താവിന് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവ് അവരെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ത്രീകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ തന്നെ, അങ്ങനെ എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു, എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു. കാര്യം സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ പൾസ് അതാണ്. എന്ത്? അവൾക്ക് എപ്പോഴും സ്നേഹം വേണം. ഭാര്യയ്ക്ക് ഭർത്താവിനെപ്പോഴും കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യ, ഭർത്താവിന് എപ്പോഴും ഭർത്താവ് സ്നേഹിക്കുന്നവനായ ഒരു ഭർത്താവിനെ ഭാര്യ ആഗ്രഹിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നതായ ഒരു ഭാര്യയെ ഭർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യെസ്, നിങ്ങൾ അത് തന്നെ ചെയ്യണം. സ്ത്രീയെ എടുത്തത് കാലിൽ നിന്നായിരുന്നെങ്കിൽ വേണമെങ്കിൽ ചവിട്ടി താഴ്ത്താമായിരുന്നു, തലേന്നായിരുന്നെ വേണം തലേ കയറ്റി വെക്കാമായിരുന്നു. പക്ഷേ സ്ത്രീയെ എടുത്ത് എവിടെ നിന്നാണ്? വാരിയലിൽ നിന്നാണ്, സൈഡ്. അതുകൊണ്ട് എവിടെ നിന്ന് എടുക്കപ്പെട്ടോ അങ്ങോട്ട് ചായാനുള്ള വലിയ ഒരു ടെൻഡൻസി എപ്പോഴും ഒരു സ്ത്രീക്കുണ്ട്. അതുകൊണ്ട് അവൾക്ക് ആശ്വാസം വേണം.
ഭർത്താവിൽ നിന്നുള്ള സ്നേഹം വേണം. എവിടെ നിന്ന് എടുക്കപ്പെട്ടത് അവിടേക്ക് ചായാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവികമായ നിയമം എന്ന് പറയുന്നത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയും സ്നേഹിക്കുന്നവനായ ഒരു ഭർത്താവുമാണ്. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ പരാജയപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചേക്കാം. ഒരു ഭാര്യ കീഴടങ്ങിയിരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കീഴടക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേദോസം പഠിപ്പിക്കുന്നില്ല. കീഴടങ്ങണമെന്നാണ് പറയുന്നത്. ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ദൈവം എന്ത് നിങ്ങളോട് ദൈവം പറഞ്ഞോ അത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഭർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക. ഭാര്യ കീഴടങ്ങുന്നില്ലെങ്കിൽ വീണ്ടും ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭർത്താവിന് കീഴടങ്ങാതിരിക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയത്തില്ല. കീഴടങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഭാര്യയെ സ്നേഹിക്കാതിരിക്കാനും ഭർത്താവിന് കഴിയത്തില്ല. അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം തീർച്ചയായും അനുഗ്രഹപ്രദമായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഈ സമയത്ത്. വീണ്ടും ഒരിക്കലൂടെ ഓർമ്മിക്കട്ടെ, നമ്മുടെ ജീവിതം അലക്സനോടും ഫിബിയോടും മാത്രമല്ല, ഇവിടെയുള്ള സകല ആളുകളോടും, വിവാഹം കഴിച്ചവരോടും കഴിക്കാനുള്ളവരോടും പറയട്ടെ, ദൈവം വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ അവനോടുകൂടെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അനുഗ്രഹകരമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഐ വിൽ ഗിവ് മൈ ഈവനിങ്സ് ടു മൈ ഗാഡ്. എൻ്റെ വൈകുന്നേരങ്ങളെ ഞാൻ കർത്താവിന് കൊടുക്കും. എൻ്റെ വൈകുന്നേരങ്ങൾ ഞാൻ സീരിയലിന് വേണ്ടിയും സിനിമയ്ക്ക് വേണ്ടിയും ഓഫീസിലെ വർക്കിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ കുറ്റം പറയാനുമായിട്ട് വിട്ടുകളയത്തില്ല. ഐ വിൽ സ്പെൻഡ് മൈ ടൈം, മൈ ഫാമിലി ടൈം, മൈ ക്വാളിറ്റി ടൈം ഐ വിൽ ഗിവ് ടു മൈ ലോർഡ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.